ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. 30-ാമത്തെ ഹദീസാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കർമ്മങ്ങൾ തുടരട്ടെ. അൻ ആയിഷത റളിയല്ലാഹു അൻഹാ ഖാലത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി തആല അദ്വമുഹ വഇൻ ഖല്ല. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം സ്ഥിരമായി ചെയ്യുന്നതാണ്, അതെത്ര കുറച്ചാണെങ്കിലും. റമദാനിന് മുമ്പുള്ള ജീവിതത്തെക്കാൾ ഉത്തമമായിരിക്കണം റമദാനിന് ശേഷമുള്ള ജീവിതം. നന്മ സ്വീകരിക്കുന്നതിൻ്റെ അടയാളം തുടർന്നുകൊണ്ടിരിക്കുന്ന നന്മ തന്നെയാണ്. നന്മ തിരസ്കരിക്കപ്പെട്ടതിൻ്റെ അടയാളം തിന്മകളിൽ മുഴുകുക എന്നതാണ്. അതിനാൽ റമദാനിൽ ആർജിച്ചെടുത്ത സുഹൃതങ്ങൾ നമുക്ക് ഇനിയും തുടരാൻ സാധിക്കണം. കാരണം കർമ്മ നൈരന്തര്യമാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയാൽ അത് നിലനിർത്താറുണ്ടായിരുന്നു. രാത്രി നമസ്കാരങ്ങളും ജമാഅത്ത് നമസ്കാരങ്ങളും റമദാനിന് ശേഷവും തുടരുവാൻ നമുക്ക് സാധിക്കണം. റമദാനിൽ സുഗന്ധങ്ങളിൽ മുഴുകിയവർ പെരുന്നാളോടുകൂടി വിനോദത്തിലേക്കും തിന്മകളിലേക്കും വഴിമാറിപ്പോകുന്ന വർത്തമാനകാല മുസ്ലിം ഉമ്മത്തിൻ്റെ അവസ്ഥ ആശങ്കയുണ്ടാക്കുന്നതാണ്. കേവലം ചില ആരാധനകൾ നിർവഹിക്കാനുള്ള നിശ്ചിത സന്ദർഭമെന്ന നിലക്കാണ് കൂടുതൽ പേരും റമദാനെ സമീപിക്കുന്നത്. അവരത് മുടങ്ങാതെ നിർവഹിക്കുകയും റമദാനിന് ശേഷം എല്ലാം അവഗണിക്കുകയും ചെയ്യുന്നു. അതിനാൽ തന്നെ റമദാൻ അവരുടെ ജീവിതത്തിൽ ആവശ്യമായ മാറ്റമോ പരിവർത്തനമോ സൃഷ്ടിക്കുന്നില്ല. റമദാൻ കഴിയുന്നതോടുകൂടി പതിവനുസരിച്ച് തിന്മകളിലേക്ക് അവർ മടങ്ങുകയും ചെയ്യുന്നു. അള്ളാഹുവിന് വേണ്ടി നിർവഹിക്കുന്ന ആരാധനകൾ സ്ഥലകാല ബന്ധിതമല്ല, മരണം വരെ തുടർന്നുകൊണ്ടേയിരിക്കേണ്ടതാണ്. അള്ളാഹു സൽക്കർമ്മങ്ങൾക്ക് മരണമല്ലാത്ത മറ്റൊരു അവധിയും നൽകിയിട്ടില്ല. വഅബ്ദുർ റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. ഉറപ്പായ കാര്യം മരണം നിനക്ക് വന്നെത്തുന്നത് വരെ നീ നിൻ്റെ രക്ഷിതാവിനെ ആരാധിക്കുകയും ചെയ്യുക. അള്ളാഹു ഈ റമദാനിന് ശേഷവും തഹജ്ജുദും രാത്രി നമസ്കാരവും നോമ്പും ജമാഅത്ത് നമസ്കാരവും ഒക്കെ നിലനിർത്തിക്കൊണ്ടുപോകാൻ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.